ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉപകരിക്കുവാനും ഫലം ചെയ്യുവാനും അതിൻ്റെ ഷർത്തുകൾ പാലിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യണം എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതിൽ ഏതാനും ഷർത്തുകൾ ഇവിടെ നമ്മൾ ഉണർത്തി. ഇനി രണ്ട് ഷർത്തുകൾ. അതൊന്ന് അൽ ഇൻഖിയാദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വ്യക്തി സർവാത്മന സമ്പൂർണമായി കീഴ്പ്പെടണം. അതാണ് അൽ ഇൻഖിയാദ് എന്നുള്ളത് അർത്ഥമാക്കുന്നത്. അഹമഹ മികയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വ്യക്തി സമ്പൂർണമായി കീഴ്പ്പെടണം. അതാണ് അൽ ഇൻഖിയാദ്. ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹയെ വിഗണിക്കുവാനോ വിട്ടേക്കുവാനോ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒരു വ്യക്തി കീഴ്പ്പെടണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തൊന്ന് താല്പര്യപ്പെടുന്നു അതിനും കീഴ്പ്പെടണം. അതാണ് അൽ ഇൻഖിയാദ് അത്താം ലിലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സമ്പൂർണമായിട്ടൊരു മനുഷ്യൻ കീഴ്പ്പെടണം എന്ന് ഷർത്ത് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒരു മനുഷ്യൻ സമ്പൂർണമായിട്ട് കീഴ്പ്പെടുക? ഒരു മനുഷ്യൻ അവൻ്റെ ഖൽബ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടും അള്ളാഹുവിന് കീഴ്പ്പെടുമ്പോഴാണ്. അള്ളാഹ്ക്ക് വഴിപ്പെട്ടും അള്ളാഹുവിൻ്റെ ഏകത്വം സമ്മതിച്ചും അള്ളാഹ് കീഴ്പ്പെടുമ്പോഴാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കീഴ്പ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തേടുന്ന ആശയത്തിന് കീഴ്പ്പെടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിരാകരിക്കുന്ന ആശയങ്ങളെ കൈയൊഴിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവശ്യപ്പെടുന്ന താല്പര്യപ്പെടുന്ന കാര്യങ്ങളെ അനുസരിക്കുകയും ചെയ്തുകൊണ്ടുള്ളതായ കീഴ്പ്പെടലാണ് ഉദ്ദേശം. അല്ലാതെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് സല്യൂട്ട് അടിക്കലല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് കീഴ്പ്പെടൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തർത്ഥമാക്കുന്നു, അതെന്ത് തേടുന്നുവോ അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന് കീഴ്പ്പെട്ടുകൊണ്ട്, അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന് നിരക്കാത്ത കാര്യങ്ങൾ അതിനെ വിഗണിച്ചും വിട്ടേച്ചും, അങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒരാൾ കീഴ്പ്പെടേണ്ടത്. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അത് പ്രവർത്തിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് നിഷിദ്ധമാക്കിയോ അത് വിട്ടേച്ചും വിഗണിച്ചും അതിലൊരു കൃത്യത അത് പുലർത്തിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കീഴ്പ്പെടേണ്ടത്. അപ്പം കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരെ, പിന്നെ എന്ത് വേണം? ഒരു മനുഷ്യന് അള്ളാഹുവിന് വഴിപ്പെട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകണം. അതാണ് ആ ഷർത്ത് താല്പര്യപ്പെടുന്നത്. വ അനീബു ഇലാ റബ്ബിക്കും വ അസ്ലിമൂല, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങണം, അള്ളാഹുവിന് സമർപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കീഴ്പ്പെടുക എന്നുള്ളതിൻ്റെ മറ്റൊരാശയം. അള്ളാഹുവിന് സമർപ്പിക്കുക, അള്ളാഹുവിന് കീഴ്പ്പെടുക. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അള്ളാഹുവിന് തൻ്റെ മുഖം സമർപ്പിച്ചതിനേക്കാൾ ഏറ്റവും നല്ല ദീനുള്ളവൻ, ദീനീ നിഷ്ഠയുള്ളവൻ ആരുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഓ ഹുവ മുഹ്സിൻ, അവൻ മുഹ്സിൻ ആയിക്കൊണ്ട്. മുഹ്സിൻ ആയിക്കൊണ്ട് എന്നാണ് എന്താ? അള്ളാഹുവിനെ നേരിട്ട് അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹു തന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുള്ള ജീവിതമാണ്. എന്നിട്ട് അള്ളാഹുവിന് സർവാത്മന കീഴ്പ്പെട്ടുകൊണ്ടുള്ള ജീവിതം, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കീഴ്പ്പെട്ടുള്ളതായ ജീവിതം. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമു, തങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ടൊരാൾ ആദർശത്തിൽ നിഷ്ഠയുള്ളവനായി മുൽത്തസിമായി മുസ്തഖീമായി ജീവിക്കുക, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കീഴ്പ്പെട്ടുകൊണ്ടുള്ളതായ ജീവിതം. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ. എന്താ? വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ, മുഹ്സിൻ ആയിക്കൊണ്ട് ഒരാൾ അള്ളാഹുവിലേക്ക് തൻ്റെ മുഖം സമർപ്പിച്ചു, അങ്ങനെയുള്ളവൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അവൻ ഉർവത്തുൽ വുസ്ഖാ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നാണ്. അവിടെ എന്താ ഉർവത്തുൽ വുസ്ഖാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അതേപോലെ സഈദ് ഇബ്നു ജുബൈർ, ദഹാഖ് ഇബ്നു ഖൈസ് തുടങ്ങിയവരെന്താ പറഞ്ഞ്? ദഹാഖ് ഇബ്നു
ഖൈസ് അല്ലെങ്കിൽ ദഹാഖ് ഇബ്നു മുസാഹിം, ഇമാം ദഹാഖ്, അദ്ദേഹം എന്താ പറഞ്ഞ്, അവരൊക്കെ എന്താ പറഞ്ഞ്, ഉർവത്തുൽ വുസ്ഖ മുറുകെ പിടിച്ചു എന്ന് പറഞ്ഞെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചിരിക്കുന്നു എന്നർത്ഥം. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. മുഹ്സിനായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തന്റെ മുഖത്തെ സമർപ്പിച്ചവൻ, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചിരിക്കുന്നു. ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചവനാകാൻ ആര് എന്ത് വേണം? അള്ളാഹ്ക്ക് കീഴ്പ്പെടണം, അള്ളാഹ്ക്ക് വഴിപ്പെടണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് അംഗീകരിക്കുന്നവനാകണം, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ട് അകലുകയും വേണം. അതാണ് അള്ളാഹ്ക്ക് കീഴ്പ്പെടൽ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദി വൽ ഇൻഖിയാദു ലഹു ബിത്താഅ വൽ ബറാഅത്തു മിനശ് ശിർക്കി വഅഹ്ലിഹി എന്നാണ്. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദി, തൗഹീദ് കൊണ്ട് അള്ളാഹ്ക്ക് കീഴ്പ്പെടുക. വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, പുണ്യപ്രവൃത്തികൾ കൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക, വഴിപ്പെടുക. വൽ ബറാഅത്തു മിനശ് ശിർക്കി വഅഹ്ലിഹി, ഷിർക്കിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും ഒഴിവാകുക. ഷിർക്കിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും ഒഴിഞ്ഞ് പുണ്യപ്രവർത്തികളിലൂടെ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് തൗഹീദിലൂടെ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കണതിനാണ് ഇസ്ലാം എന്ന് പറയുക. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കീഴ്പ്പെടുക എന്നതിൻ്റെ താല്പര്യം. അപ്പം അള്ളാഹിൻ്റെ ഏകത്വം അംഗീകരിക്കണം, പുണ്യപ്രവർത്തികളിലൂടെ അള്ളാഹ്ക്ക് വഴിപ്പെടണം. ഇതിന് രണ്ടിനും നിരക്കാത്തതാണ് ഷിർക്കും ഷിർക്കിൻ്റെ അഹ്ലുകാരും. അവരിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം അതുണ്ടാവുകയും വേണം. അത് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ഒരു വിഭാഗം ആളുകൾക്ക് ഈമാൻ ഇല്ല എന്ന് അള്ളാഹു പറയണം. ഫലാ വറബ്ബിക്, നിന്റെ റബ്ബാണ് സത്യം, ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവൂല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയങ്ങളിൽ പ്രവാചകരെ താങ്കളെ വിധികർത്താക്കളാക്കുന്നത് വരെ എന്ന് പറയണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കീഴ്പ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കീഴ്പ്പെടുക എന്ന് പറഞ്ഞെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്ന് തേടുന്നുവോ, എന്തെന്ന് അറിയിക്കുന്നുവോ അതിന് കീഴ്പ്പെടണം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല കീഴ്പ്പെടണം, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കീഴ്പ്പെടണം. കാരണം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചറിയിക്കുന്ന സംഗതിയാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ വിധികർത്താവാക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് വിധിച്ചത്, അത് സുന്നത്തിലുണ്ട്. ആ വിധിച്ചത് കൊണ്ട് വിധിക്കണം, അഭിപ്രായ വ്യത്യാസം തീർക്കണം. അപ്പൊ അതിന് കീഴ്പ്പെടണം. അപ്പൊ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കീഴ്പ്പെടുന്നതിന്റെ ഭാഗമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇത് ഒരു ഭാഗം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് സമ്പൂർണമായി ബാഹ്യമായും ആന്തരികമായും ആളുകൾ കീഴ്പ്പെടണം. ഒരിക്കലും ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലയെ ഉപേക്ഷിക്കുന്നവരാകരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണോ താല്പര്യപ്പെടുന്നത് അതിനെ ഉപേക്ഷിക്കുന്നവരാകരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് താല്പര്യപ്പെടുന്നത് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നുള്ളതാണ്. ആ അള്ളാഹു മാത്രം എന്നതിനെ ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കീഴ്പ്പെട്ടാൽ. പലരും എന്താ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയാനും അള്ളാഹുവോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാനും കാരണമായത് എന്തുകൊണ്ടാണ്? ഇത്തരം ഷർത്തുകൾ യഥാവിധം ഓതി പഠിക്കുന്നതിലുള്ള അവരുടെ വീഴ്ചയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊള്ളോണ്ട് പറയുന്ന മനുഷ്യന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് വിളിച്ചറിയിക്കുന്നത് ആ ആശയത്തിന് കീഴ്പ്പെടുന്ന, സമ്പൂർണമായിട്ട് തങ്ങളെ സമർപ്പിക്കുന്ന വിഷയത്തിലുള്ളതായ വീഴ്ചയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം ഷർത്തുകളെ പണ്ഡിതന്മാർ പ്രത്യേകം ഊന്നി തെളിവുകളുടെ വെളിച്ചത്തിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇതേപോലെ അനുബന്ധമായിട്ടുള്ള മറ്റൊരു ഷർത്താണ്, രണ്ട് ഷർത്തും കൂടി ഒരു ക്ലാസ്സിലാണ് നമ്മൾ ഇവിടെ ഉണർത്തുന്നത്. അൽ ഖബൂൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ നമ്മൾ ഖബൂലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലയെ ഖബൂലാക്കണം. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തൊന്ന് തേടുന്നുവോ അതിനെ നമ്മളുടെ ഖൽബ് കൊണ്ടും
അതേപോലെ തന്നെ നാവ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടും കബൂലാക്കണം. മനസ്സ വാച കർമ്മണ ലാ ഇലാഹ ഇല്ലല്ലാഹയെ നമ്മൾ എന്ത് ചെയ്യണം? കബൂലാക്കണം, സ്വീകരിക്കണം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ നിരസിക്കരുത്. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കബൂലാക്കണം. മനസ്സ വാച കർമ്മണ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയത്തെയും കബൂലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് അർസൽനാ മിൻ ഖബ്ലിക റസൂലൻ ഇലാ ഖൗമിഹിം ഫജാഊഹും ബിൽ ബയ്യിനാത്ത് ഫൻതഖംനാ മിനല്ലദീന അജ്റമു വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വലഖദ് അർസൽനാ മിൻ ഖബ്ലിക റസൂലൻ ഇലാ ഖൗമിഹിം, നിങ്ങൾക്ക് മുമ്പ് കുറെ ദൂതന്മാരെ അവരുടെ ജനതയിലേക്ക് നാം നിയോഗിച്ചു. ഫജാഊഹും ബിൽ ബയ്യിനാത്ത്, മുർസലീങ്ങൾ ജനങ്ങളിലേക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ചെന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫൻതഖംനാ മിനല്ലദീന അജ്റമു, കുറ്റവാളികൾക്ക് നേരെ നാം ശിക്ഷാ നടപടി സ്വീകരിച്ചു. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നുള്ളത് നമ്മളുടെ മേൽ ബാധ്യതയായിരുന്നു എന്നാണ്. എന്താ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്? അള്ളാഹു ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ജനതകളിലേക്ക് അയച്ചു. കുറ്റവാളികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചു എന്നാ പറയുന്നത്. കാരണം എന്താ? കുറ്റവാളികളെ ശിക്ഷിക്കാൻ കാരണം ദൂതന്മാർ പഠിപ്പിച്ച ആശയങ്ങളെ അവർ കബൂലാക്കിയില്ല, അവർ തിരസ്കരിക്കുകയാണ് ചെയ്തത്. ദൂതന്മാർ എന്താണോ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്, ആദ്യം അവതരിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതിനെ കബൂലാക്കണതിന് പകരം റദ്ദാണ് ഉണ്ടായത്, സ്വീകരിക്കുന്നതിന് പകരം തിരസ്കാരമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നേരെ ശിക്ഷാ നടപടി സ്വീകരിച്ചു. അള്ളാഹു വിശ്വാസികളെ സഹായിച്ചു, കാരണം വിശ്വാസികൾ കബൂലാക്കി, റദ്ദ് ഉണ്ടായില്ല. അപ്പൊ ഇവിടെ ഈ ആയത്ത് അറിയിക്കുന്നത് എന്താ? ആയത്ത് അറിയിക്കുന്നത് നബിമാർ പഠിപ്പിച്ചതായ ആദർശങ്ങളെ കൊള്ളണം, തള്ളരുത്. അതാണ് അൽ ഖബൂൽ അൽ മുനാഫിലി റദ്ദ്. റദ്ദിനെ നിരാകരിക്കും ഇതല്ല, ഖബൂലാണ് ഉണ്ടാകേണ്ടത്, സ്വീകാര്യതയാണ് ഉണ്ടാകേണ്ടത്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ വയഖൂലൂൻ അഇന്നാ ലതാരികു ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ ബൽ ജാഅ ബിൽ ഹഖ് വസദ്ദഖൽ മുർസലീൻ. അള്ളാഹു പറയാണ്, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അവരോട് പറയപ്പെട്ടാൽ അവർ ആയിരുന്നു എങ്ങനെയുള്ളവർ? യസ്തക്ബിറൂൻ, അഹങ്കരിക്കുന്നവരായിരുന്നു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അവർ അഹങ്കരിച്ചു എന്ന് പറയണം. അഹങ്കരിച്ചാൽ എന്താ ഉണ്ടാകുക? ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊള്ളാണ് ഉണ്ടാകുക, അത് തള്ളാണ്ടാകുക. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് തള്ളി, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഒരിക്കലും സ്വീകരിച്ചില്ല. അത് വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയം വളരെ ഗൗരവപ്പെട്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കേവലം നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹയെ കബൂലാക്കണം, മനസ്സ വാച കർമ്മണ കബൂലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കബൂലാക്കുമ്പോൾ അതിൻ്റെ ആശയവും കബൂലാക്കണം, അതെന്തെന്ന് തേടുന്നു അതിനെയും കബൂലാക്കണം. ഒരിക്കലും റദ്ദ് ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇവിടെ മുശ്രിക്കുകൾ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ യസ്തക്ബിറൂൻ, അവർ അഹങ്കരിക്കുമായിരുന്നു. അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അഹങ്കാരിയുടെ കൽബിലേക്ക് ഒന്നും സ്വീകാര്യമാകൂല, തിരസ്കാരമായിരിക്കും ഫലം. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞെന്താ? വയഖൂലൂൻ അഇന്നാ ലതാരികു ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ, ഭ്രാന്തനായ ഒരു കവിയുടെ വാക്ക് കേട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആരാധ്യന്മാരെ ഉപേക്ഷിക്കുകയോ എന്നാണ് അവർ പറഞ്ഞത്. നോക്കി നിങ്ങൾ, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ അഹങ്കരിച്ചുകൊണ്ട് അവർ പറഞ്ഞെന്താ? ഭ്രാന്തനായ ഒരു കവി പറഞ്ഞതിന്, ഒരു കവിക്ക് വേണ്ടി ഞങ്ങളുടെ ആരാധ്യന്മാരെ ഞങ്ങൾ ഒഴിവാക്കിയത്. അപ്പൊ അവർ ആരാധ്യന്മാരെ ഒഴിവാക്കിയില്ല, സ്വീകരിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ അവരെന്ത് ചെയ്ത്? ഒഴിവാക്കി. വിശ്വാസികൾക്ക് അത് ഉണ്ടാകാൻ പാടുള്ളതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും കബൂൽ, സ്വീകാര്യത ഉണ്ടാകണം. എങ്ങനെയുള്ള സ്വീകാര്യത? ലാ ഇലാഹ ഇല്ലല്ലാഹയെയും അതിൻ്റെ ആശയത്തെയും അതിൻ്റെ തേട്ടത്തെയും നിരാകരിക്കാത്ത വിധമുള്ള സ്വീകാര്യത. റദ്ദ് ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല, കബൂല് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് ഉള്ളാലും അതേപോലെ തന്നെ ബാഹ്യമായും ഒരുപോലെ അങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്നർത്ഥം. മുശ്രിക്കീങ്ങളെ പോലെ ഒരിക്കലും
ആകാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങളെ കുറിച്ച് വീണ്ടും പറയാണ്, വഅജിബു അൻ ജാഅഹും മുൻദിറുൻ മിൻഹും വഖാലൽ കാഫിറൂൻ ഹാദാ സാഹിറുൻ കദ്ദാബ് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് വൻതലഖൽ മലഉ മിൻഹും അൻ ഇംശു വസ്ബിറു അലാ ആലിഹതികും ഇന്ന ഹാദാ ലശൈഉൻ യുറാദ് മാ സമിഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ ഇൻ ഹാദാ ലഖ്തിലാഖ്. എന്താ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് വന്നപ്പോൾ ബഹുദൈവ വിശ്വാസികൾ പറയുന്നത് വഅജിബു അൻ ജാഅഹും മുൻദിറുൻ മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു മുന്നറിയിപ്പുകാരൻ അവർക്ക് വന്നപ്പോൾ അവർ ആശ്ചര്യം കൂറി. വഖാലൽ കാഫിറൂൻ, ആ നിഷേധികൾ പറഞ്ഞു, ഹാദാ സാഹിറുൻ കദ്ദാബ്, ഇതൊരു വ്യാജവാദിയായ മാരണക്കാരനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവർ പറയാണ്. എന്നിട്ടോ അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, കുറെ ഇലാഹികളെ ഒരൊറ്റ ഇലാഹാക്കിയോ മുഹമ്മദ്. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇതൊരു മഹാത്ഭുതം തന്നെ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ള പറഞ്ഞു വന്നപ്പോൾ അതിനെ കബൂലാക്കുന്നതിന് പകരം അവർ റദ്ദ് ചെയ്യുക ചെയ്തത്, അവർ തള്ളുക ചെയ്തത്. എന്നിട്ട് അവർ തള്ളിയിട്ട് അവർ പറഞ്ഞതോ സാഹിറുൻ കദ്ദാബ്, അത് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ റസൂലുള്ളാഹിനെ അവർ മാരണക്കാരനാക്കി, വ്യാജവാദിയാക്കി. കുറേ ഇലാഹുകളെ ഒറ്റ ഇലാഹാക്കിയോ, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ട, ഞങ്ങൾക്ക് ഇലാഹുകൾ മതി എന്നതാണ് അവരുടെ നയം. അവരങ്ങനെയാണ് പറഞ്ഞത്. മാത്രമല്ല വൻതലഖൽ മലഉ മിൻഹും, ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട പ്രമാണിമാർ പോയി, അനിംഷു, എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ പോയിക്കോളി, വസ്ബിറു അല ആലിഹതിക്കും, നിങ്ങളുടെ ആരാധ്യന്മാരെ മുറുകെ പിടിച്ച് ക്ഷമിച്ച് ജീവിച്ചോളി, ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്, ഇതെന്തോ ഉദ്ദേശപൂർവം ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്ത് സാധാരണക്കാരെ, പ്രമാണിമാർ സാധാരണക്കാരെ ബഹുദൈവ വിശ്വാസത്തിലും ബഹുദൈവങ്ങളിലും തളച്ചിടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പറയണ്ടായി. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കബൂലാക്കുന്നതിന് പകരം ബഹുദൈവ വിശ്വാസികളെ റദ്ദ് ചെയ്തു. ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർക്ക് ഈ ഗുണം ഉണ്ടാകാൻ പാടില്ല. ബഹുദൈവ വിശ്വാസികളുടെ ഈ ലക്ഷണം ഉണ്ടാകാൻ പാടുള്ളതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർ ലാ ഇലാഹ ഇല്ലയെ മികയാ കബൂലാക്കണം, സ്വീകരിക്കണം. ഒരിക്കലും തിരസ്കാരം ഉണ്ടാകാൻ പാടുള്ളതല്ല. ലാ ഇലാഹ ഇല്ലല്ലയെ കബൂലാക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലയുടെ തേട്ടം അതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ തേട്ടം എന്താ? അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത്, അള്ളാഹുവോട് മാത്രമാണ് സഹായാർത്ഥന, അള്ളാഹുവോട് മാത്രമാണ് രക്ഷാത്തേട്ടം, അള്ളാഹുവിൽ മാത്രമാണ് തവക്കുൽ, അള്ളാഹുവിനെയാണ് ദാവിധം ഭയക്കേണ്ടത്, അള്ളാഹുവിനാണ് പ്രത്യാശയും പ്രതീക്ഷയും ഉണ്ടാകേണ്ടത്, അള്ളാഹുവിനാണ് സ്വലാത്ത്, അള്ളാഹുവിനാണ് റുക്കൂ, അള്ളാഹുവിനാണ് സുജൂദ്. ആരാധനകൾ എല്ലാം അള്ളാഹു മാത്രമാണ് അർഹിക്കുന്നവൻ. അള്ളാഹുവിനാണ് നേർച്ച, അള്ളാഹുവിൻ്റെ പേരിലാണ് ബലി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും അള്ളാഹുവിൻ്റെ പ്രീതിക്കുമാണ് ബലി, അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് സത്യം ചെയ്യൽ. ഇങ്ങനെ ആരാധനകളെല്ലാം അള്ളാഹ്ക്ക് മാത്രമാക്കുക എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ തേട്ടം. അതിനൊക്കെ കബൂലാക്കണം, അതൊരിക്കലും അതിൽ റദ്ദ് ഉണ്ടാകാൻ പാടുള്ളതല്ല. അതാണ് അൽ ഖബൂലുൽ മുനാഫിലി റദ്ദ്, റദ്ദിനെ നിരാകരിക്കും വിധമുള്ള ഖബൂൽ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർക്കുണ്ടാകണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുള്ളതായ വാഗ്ദാനം ചെയ്യപ്പെട്ടതായ ഇഹത്തിലെയും പരത്തിലെയും ഗുണം ആർജിക്കുവാനും നേടുവാനും സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കൊരു ഉപമ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഉപമ? അബൂ മൂസ അശ്അരിയിൽ നിവേദനം ചെയ്യപ്പെടുന്ന സഹിഹായ ഹദീസിൽ, ഇന്ന മസല മാ ബഅസനി അല്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽം കമസലി ഗൈസിൻ അസാബ അർദൻ ഫകാനത് മിൻഹാ ത്വായിഫത്തുൻ ത്വയ്യിബ قبلت الماء فأنبتت الكلأ والعشب الكثير وكان منها أجادب أمسكت الماء فنفع الله بها الناس فشربوا منها وسقوا ورعوا وأصاب طائفة منها أخرى إنما هي قيعان لا تمسك ماء ولا تنبت كلأ فذلك مثل من فقه في دين الله ونفعه بما بعثني الله به فعلم وعلم ومثل من لم يرفع بذلك رأسا ولم يقبل هدى الله الذي أرسلت به. ഒരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിനെ നിയോഗിച്ചപ്പോൾ സന്മാർഗവും വിജ്ഞാനവും നൽകിയാണ് നിയോഗിച്ചത്. അതിനുള്ള ഉപമ പറയാണ്. ഒരു സ്ഥലത്ത് മഴ പെയ്തതുപോലെ, ഒരു സ്ഥലത്ത് മഴ പെയ്ത് അവിടെ ഭൂമി വെള്ളം വലിച്ചെടുത്ത് അവിടെ സസ്യലതാദികളും പുല്ലുകളൊക്കെ മുളച്ച് വെള്ളം പിടിച്ചു വെച്ചു.
ആളുകൾക്ക് ആ വെള്ളം ഉപകരിച്ചു, അവർ അതിൽ നിന്ന് കുടിച്ചു, അവർ അതിൽ നിന്ന് കാലികളൊക്കെ കുടിപ്പിച്ചു, അതേപോലെ കാലികളെ മേച്ചു. ഇങ്ങനെ ഒരു ഭൂതലം. ഇതേ മഴ മറ്റൊരു സ്ഥലത്ത് പതിച്ചു. അത് വെള്ളം പിടിച്ചു നിർത്താത്ത, സസ്യലതാദികളെ മുളപ്പിക്കാത്ത മരുപ്രദേശ. അപ്പൊ ഈ മഴ പെയ്തിട്ട് ഉണ്ടായ മഴ വീണ രണ്ട് ഭൂതലങ്ങൾ, ഒരു സ്ഥലത്ത് പുല്ലൊക്കെ മുളച്ച് നല്ല വെള്ളമൊക്കെ നിന്ന് ആളുകൾക്ക് ഉപകരിച്ച് അവിടെ നല്ല ഉപകാരപ്രദമായി. മറ്റിടത്ത് വെള്ളമില്ല, പുല്ലുമില്ല, ഒന്നുമില്ല, മഴ കിട്ടിയിട്ടും ഫലമല്ല. ഇങ്ങനെ രണ്ട് സ്ഥലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണത് ആദ്യത്തെ സ്ഥലത്തിന്റെ ഉദാഹരണം എന്താ? അള്ളാന്റെ ദീന് പഠിച്ച് ആളുകൾക്ക് ഉപകരിച്ച്, പഠിച്ചോൻ പഠിച്ചു പഠിപ്പിച്ചു. ഇതാണ് ഒരു വിഭാഗത്തിന്റെ ഉപമ. എന്നാ മഴ കിട്ടിയിട്ടും സസ്യലതാദികൾ മുളക്കുകയോ വെള്ളം പിടിച്ചു നിർത്തുകയോ ചെയ്യാത്തതിന്റെ ഉപമ എന്താ? അവർക്കുള്ള ഉപമ ലം യഖ്ബൽ ഹുദല്ലാഹി അല്ലദീ ഉർസിൽതു ബി, ഞാൻ നിയോഗിക്കപ്പെട്ടതായ ഹുദ, സന്മാർഗം, അത് സ്വീകരിക്കാത്തവന്റെ ഉപമ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു ഹുദ കൊണ്ടും ഇൽമു കൊണ്ടുമാണ് അയച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമും ഹുദയും ഒരാൾ സ്വീകരിച്ചില്ല എങ്കിൽ ഒരിടത്തും മഴ പെയ്ത് ആ മഴവെള്ളം അവിടെ തങ്ങിയതുമില്ല, മഴ കിട്ടിയിട്ട് പുല്ലും അതേപോലെ തന്നെ സസ്യലതാദികൾ അവിടെ മുളച്ചതുമില്ല, ആളുകൾക്കൊട്ട് ഉപകാരം ഉണ്ടായില്ല. ആ മണ്ണിന്റെയും ആ സ്ഥലത്തിന്റെയും ഉപമയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ, മഴവെള്ളം സ്വീകരിച്ചില്ല, ഫലം ഉണ്ടായില്ല. ആരെ പോലെ? ഹുദയും ഇൽമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വീകരിക്കാത്തവനെ പോലെ. ഇങ്ങനെ ആകാൻ പാടില്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതിൽ ഖബൂലാണ് വേണ്ടത്, റദ്ദ് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന സന്മാർഗം, വിജ്ഞാനം, അതിൽ ഏറ്റവും ഉത്തമമായ സന്മാർഗം, ഏറ്റവും ഉത്തമമായ വിജ്ഞാനം അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്താണ്. അതുകൊണ്ട് തന്നെ അതിനെ ഖബൂലാക്കണം. ഒരിക്കലും അതിന് നേരെ റദ്ദ് പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്വീകരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം സ്വീകരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാ തേടുന്നതായ വിജ്ഞാനങ്ങൾ, വിധികൾ, അതെല്ലാം ഖബൂലാക്കുക. ഇതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ച അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ ഷർത്ത്. അൽ ഖബൂൽ അല്ലെങ്കിൽ അൽ ഖബൂൽ അൽ മുനാഫി ലിറദ്ദ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ക്ലാസ്സുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ ഷർത്തുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കേവല ജൽപ്പനമല്ല വേണ്ടത്, പ്രത്യുത ലാ ഇലാഹ ഇല്ലല്ലാ ഒരു വ്യക്തിക്ക് ഉപകാരപ്പെടുവാനും ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടതായ ഗുണങ്ങൾ ഒരു വ്യക്തി ആർജിക്കുവാനും അതിന് പറയപ്പെട്ടതായ ഉപാധികളുണ്ട്, അതിന് പറയപ്പെട്ടതായതായ ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ പാലിക്കുകയും അത് പുലർത്തുകയും ചെയ്യണം. പ്രസ്തുത ഷർത്തുകളെ, പ്രമാണ വചനങ്ങളെ മുഖവിലക്കെടുത്ത് പ്രമാണവചനങ്ങളെ മനനം ചെയ്ത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ, അഖീദയും ആദർശവും വിശദീകരിച്ച പണ്ഡിതന്മാർ അത് പഠിപ്പിച്ചതാണ് ഇവിടെ നമ്മൾ ഏതാനും ക്ലാസ്സുകളിൽ മനസ്സിലാക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സത്യദീനിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ഖബൂലാക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.